ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഹൂജ 250M എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ്. അപ്പം കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നൊരു രീതിയിൽ ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു മോഡലിനെ, ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് നേരത്തെ ഞാൻ ചെയ്തിരുന്നു, ഇതിൻ്റെ മറ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ കാണാൻ കഴിയും. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. നമ്മളിതിൻ്റെ വോളിയം കൺട്രോളിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓപ്പൺ ചെയ്തതാണ്. ഇതൊരു മാസ്കിംഗ് ടൈപ്പ് ഞാൻ ഒട്ടിച്ചാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവിടുത്തെ മൈക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ മറ്റ് കുളവിയൊന്നും കയറി കൂടുകയൊക്കെ ആയിരിക്കാൻ വേണ്ടി ഒട്ടിച്ചതാണ്. ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ഇതാണ്. രണ്ട് ട്രാൻസ്ഫോമറുണ്ട്. ഇത് ഇൻപുട്ട് പവറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത് ഔട്ട്പുട്ട് എടുക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇത് ഡ്രൈവ് കാർഡ്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് BT കൺട്രോൾ, ബാസ് സ്റ്റബിൾ കൺട്രോൾ ബോർഡാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ലെവൽ അറിയാനുള്ള LED എല്ലാം ഉള്ള ബോർഡാണ്. ഇതാണ് നമുക്ക് പ്രീ ആംപ് സെക്ഷൻ വരുന്നത്. മൈക്കിൻ്റെയൊക്കെ പ്രീ ആംപ് സെക്ഷന് അതുപോലെ കൺട്രോൾസ് എല്ലാം കണക്ട് ചെയ്തേക്കുന്ന ബോർഡ് ഇതാണ്. ഇനി ഈ സൈഡിൽ 3 BJT ഉണ്ട്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ 3 ഉണ്ട്. അതുപോലെ ഈ സൈഡിലുണ്ട് 3 ട്രാൻസിസ്റ്റർ. ടോഷിബയുടെ ട്രാൻസിസ്റ്ററാണ്. TTC 5200 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററുകളാണ്. പിന്നെ ഇതാണ് നമുക്ക് ഇൻപുട്ട് പവർ കണക്ട് ചെയ്യാനുള്ള കോഡ് വെയർ. ഇതിൽ ഫേസ് ന്യൂട്രൽ എർത്താണുള്ളത്. എർത്ത് നേരെ പോയിട്ട് ഇതിൻ്റെ ഈ ചേസിലോട്ട് എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നുള്ള ന്യൂട്രലും ഫേസും നേരെ ഫ്രണ്ടിൽ സ്വിച്ചുണ്ട്. ഇവിടെ സ്വിച്ചുണ്ട്. ഈ സ്വിച്ചിൽ ചെല്ലുന്നു. സ്വിച്ചിൽ നിന്ന് റിട്ടേണായിട്ട് ന്യൂട്രൽ നേരെ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ 0 പോയിൻറ്റിലേക്ക് പോകുന്നു. ഫേസ് നേരെ ഈ ബാക്ക് സൈഡിൽ ഒരു ഫ്യൂസ് ഉണ്ട്. ഇതൊരു ഫ്യൂസാണ്. ഈ ഫ്യൂസിൽ ചെന്നിട്ട് ഫ്യൂസ് ത്രൂ ആണ് നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ 240 ടാപ്പിങ്ങിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സെക്കൻഡറി സൈഡ് നമുക്ക് ഇവിടുന്ന് 2 വയർ വരുന്നുണ്ട്. 24 വോൾട്ടാണ് ഇവിടെ വരുന്നത്. 24 വോൾട്ട്. ഇവിടുന്ന് AC ആണ്. ഈ 24 വോൾട്ട് AC നേരെ ഇവിടെ വന്ന് ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഈ സൈഡിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൽ പോകുന്നു. അവിടുന്ന് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നേരെ ഇവിടെ ഫിൽട്ടർ കപ്പാസിറ്ററിലേക്കാണ് വരുന്നത്. ഫിൽട്ടർ കപ്പാസിറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് വോൾട്ട് ബോഡിയിൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്തേക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 24 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ബോർഡുണ്ട്. 2 ഡയോഡൊക്കെ ഉണ്ട്. ആ 24 വോൾട്ടിലെ നെഗറ്റീവ് നേരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഇവിടെ ഗ്രൗണ്ടിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഈ ബോഡിയിൽ. പ്ലസ് വോൾട്ടേജ് നേരെ കപ്പാസിറ്ററിലേക്കാണ് പോകുന്നത്. ഇവിടേക്കാണ് പോകുന്നത്. നമുക്ക് കറണ്ടിൽ പ്രവർത്തിക്കാൻ ചെയ്യാൻ പറ്റും. കറണ്ടില്ലെങ്കിൽ നമുക്ക് 24 വോൾട്ട് DCയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പം എങ്ങനെ പ്രവർത്തിപ്പിച്ചാലും ഈ കപ്പാസിറ്ററിലേക്കാണ് വോൾട്ടേജ് ചെല്ലുന്നത്. കറണ്ടിൽ പ്രവർത്തിക്കുമ്പോൾ നേരെ ബ്രിഡ്ജ് റെക്ടിഫയർ ചെല്ലുന്നു. അവിടുന്ന് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫിൽറ്ററിലേക്ക് പോവുകയാണ്. ഇവിടെ ബാറ്ററിയിലാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നേരെ ഡയോഡ് ത്രൂ നേരെ ഇവിടെ ഫിൽറ്റർ കപ്പാസിറ്ററിൽ എത്തുന്നുണ്ട്. എങ്ങനെ ചെയ്താലും ഇവിടെ എത്തും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടാണ് ഇതിൻ്റെ പവർ സപ്ലൈയുടെ ഫിൽട്ടർ സെക്ഷൻ വരുന്നത്. അപ്പം പ്ലസ് 24 വോൾട്ട്, അതുപോലെ പിന്നെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് നേരെ ബോഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ കേസിൽ എവിടെ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോ വെച്ചാലും നമുക്ക് ഗ്രൗണ്ട് കിട്ടുന്നതാണ്. പ്ലസ് വോൾട്ടേജ് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ റീസെറ്റ് സ്വിച്ച് ഉണ്ട് ഈ ഫ്രണ്ടിൽ. ആ റീസെറ്റ് സ്വിച്ച് ചെല്ലുന്നു. അവിടുന്ന് റിട്ടേൺ വന്നിട്ടാണ് ഈ ട്രാൻസിസ്റ്ററുകളുടെ എല്ലാം കളക്ടറിലേക്കാണ് പോകുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ പിന്ന് ബേസ്, രണ്ടാമത്തെ പിന്നെ കളക്ടർ, മൂന്നാമത്തെ പിന്നെ എമിറ്ററാണ്. അപ്പം ഇതിൻ്റെ
ഈ ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാം ഇവിടെ 3 ട്രാൻസിസ്റ്റർ ഉണ്ട്. 3 ട്രാൻസിസ്റ്ററും പാരലലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം 3 ട്രാൻസിസ്റ്ററിനും കളക്ടറിലേക്ക് സെൻട്രൽ പിന്നിലേക്കാണ് ഈ 24 വോൾട്ട് ചെല്ലുന്നത്. ഇവിടെ ചെല്ലുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് തന്നെ വീണ്ടും ഈ സൈഡിലും ഉണ്ട് 3 ട്രാൻസിസ്റ്റർ. അതിൻ്റെയും കളക്ടറിലേക്കാണ് ഈ 24 വോൾട്ട് ചെല്ലുന്നത്. ഇവിടെ ഈ റീസെറ്റ് സ്വിച്ച് ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫയർ വർക്കാകത്തില്ല. ആംപ്ലിഫയർ വർക്കാകത്തില്ല എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. ഓവർലോഡ് ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഇവിടെ ഒരു 3 ട്രാൻസിസ്റ്റർ ഉണ്ട്. 3 ട്രാൻസിസ്റ്ററും പാരലാണ്. അതുപോലെ ഈ സൈഡിൽ 3 ട്രാൻസിസ്റ്റർ ഉണ്ട്, അത് ഇവിടെ പാരലാണ്. ഇതിൻ്റെ ബേസ്, ഒന്നാമത്തെ പിന്നെല്ലാം ബേസാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ഞാനീ പറഞ്ഞ ട്രാൻസിസ്റ്ററുകളുടെ ഒന്നാമത്തെ പിന്നെ ബേസാണ്. ബേസിലേക്ക് ഇത് ഡ്രൈവർ കാർഡാണ്. ഡ്രൈവർ കാർഡിൽ നിന്ന് ഇതിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഈ ട്രാൻസിസ്റ്ററിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സപ്ലൈ വരുന്നുണ്ട് ഒന്നാമത്തെ പിന്നിൽ. അതുപോലെ തന്നെ ഈ സൈഡിലും ട്രാൻസിസ്റ്ററുകളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് അടുത്ത വീണ്ടും ഒരു ഡ്രൈവിംഗ് സപ്ലൈ വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള സപ്ലൈ ഇവിടുന്ന് വരുന്നുണ്ട്. പിന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററാണ്. എമിറ്റർ 3 ട്രാൻസിസ്റ്ററിനും 3 റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ. അതുപോലെ തന്നെ ഈ സൈഡിൽ 3 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് 3 റെസിസ്റ്ററുകൾ ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ അടിയിലെ ഭാഗം ഒന്നിച്ച് കണക്ട് ചെയ്തേക്കാണ്. അവിടുന്ന് ഒരു വയർ കണക്ട് ചെയ്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ. ഇത് സെൻട്രൽ ടാപ്പുള്ള ട്രാൻസ്ഫോമറാണ്. സെൻട്രൽ ടാപ്പ് എന്ന് ഉദ്ദേശിച്ചത് 3 ലീഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം സെൻട്രലിലുള്ള ലീഡ് നേരെ ഗ്രൗണ്ട് ചെയ്തേക്കാണ്, ബോഡിയിലേക്ക് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. മുകളിലെ ലീഡ് നേരെ ഈ ഓരോ റെസിസ്റ്ററിലേക്ക് ചെല്ലുന്നു. ഈ വയർ നേരെ ചെന്ന് 3ന്റെ ഒരു ഭാഗം ഒന്നിച്ച് കൂട്ടി പിടിച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ സൈഡ് വന്നിട്ട് ഓരോ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ അടിയിലെ ഇതുപോലൊരെണ്ണമുണ്ട്, അത് ഈ സൈഡിലേക്കുള്ള ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് പോകുന്നത്. 3 റെസിസ്റ്റർ ത്രൂ ആണ് 3 ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ കാർഡ്. ഇതാണ് ഈ ട്രാൻസിസ്റ്ററുകളെ 2 സൈഡിലുള്ള ട്രാൻസിസ്റ്ററുകളെയും ഡ്രൈവ് ചെയ്യിക്കുന്നത് ഈ കാർഡാണ്. ഇപ്പോൾ ഇവിടുന്ന് 2 സിഗ്നലാണ് വരുന്നത്. ഒരു സിഗ്നൽ ഇതിനെ ഈ ട്രാൻസിസ്റ്ററുകളുടെ ബേസിലേക്ക് പോകുന്നുണ്ട്. ഈ സൈഡിലുള്ള ട്രാൻസിസ്റ്റർ 3 പാരലാണ്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ട്രാൻസിസ്റ്ററുകൾ 3 പാരലാണ്. അപ്പോൾ ഇതിന് ഈ സൈഡിലേക്ക് പോകുന്ന സിഗ്നലുണ്ട്, ഈ സൈഡിലേക്ക് പോകുന്ന സിഗ്നലുണ്ട്. ഇത് രണ്ടും സ്വിച്ച് ചെയ്യുമ്പോഴാണ് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് 2 സെക്ഷനാണ് ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് നമുക്ക് നോർമലായിട്ട് കോം, പിന്നെ 4 ഓം 8 ഓം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ സൈഡിൽ നമുക്ക് കോമിലേക്ക് പോകുന്നൊരു വയറുണ്ട്. അത് മൈനസാണ്, ഗ്രൗണ്ടാണ്. പിന്നെ ഉള്ളത് 4 ഓം ഉണ്ട്, പിന്നെ 8 ഓം ഉണ്ട്. അപ്പോൾ 4 ഓം ആണോ 8 ഓം ആണോ എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യുന്ന ബോക്സിൻ്റെ ഓമിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പം 2 ബോക്സ് ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50 മീറ്ററിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന വയറുകൾ മാക്സിമം നമുക്ക് സ്പീക്കർ ഒരു 50 മീറ്റർ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് 50 മീറ്ററിന് പുറത്താണ് നമുക്ക് സ്പീക്കറോ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ബോക്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇവിടെ വേറൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്, ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യൽ LMT എന്ന് പറയും, ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്താണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വയർ എടുക്കുന്നു. ഒരു 50 മീറ്ററിന് പുറത്തുള്ളിടത്ത് സ്പീക്കറോ അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റൊക്കെ ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ വയർ എടുത്തതിന് ശേഷം 50 മീറ്റർ ദൂരത്തേക്കാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെയൊക്കെ
മുൻപ് തന്നെ ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുക. അതിൽ നിന്ന് വേണം നമ്മളതിലേക്ക് കണക്ട് ചെയ്യാൻ. ഇവിടെ ഹൈ വോൾട്ടേജ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നോർമൽ ഒരു 50 മീറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന സ്പീക്കറൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പാടില്ല. ഇത് LMT വെച്ച്, ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ വെച്ച് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു സർക്യൂട്ട് കാര്യങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ പവർ സപ്ലൈക്ക് യൂസ് ചെയ്തേക്കുന്ന ട്രാൻസ്ഫോമർ. ഇത് നമ്മുടെ ഔട്ട്പുട്ട് തരുന്ന ഔട്ട്പുട്ട് സെക്ഷൻ ഡ്രൈവർ കാർഡാണ്. ഇത് ഡ്രൈവർ കാർഡാണ്. ഈ രണ്ട് സൈഡിലാണ് അതിൻ്റെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ BT ബോർഡുണ്ട്, ഇവിടെ പ്രീആമ്പ് ബോർഡുണ്ട്. അവിടെ കാണുന്ന പ്രീആമ്പ് ബോർഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.